ഉദ്ഘാടനത്തിനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും പ്രിയപ്പെട്ട MLA പ്രിയപ്പെട്ട റോജി എം ജോൺ. MLAനെ പറ്റി ഞാനായിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരണ്ട എന്ന് എനിക്കറിയാം, എന്നാൽ ഒരു ഹോസ്റ്റ് എന്ന ഡ്യൂട്ടിക്ക് ഞാനത് ചെയ്യേണ്ടതാണ്. സോ ഞാൻ ശ്രീ റോജി എം ജോണിനെ പറ്റി പറയാനാണെങ്കിൽ സത്യം പറഞ്ഞാൽ പറഞ്ഞു തുടങ്ങിയാൽ നിർത്തത്തില്ല. ഞാൻ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്തപ്പം അച്ചീവ്മെന്റ്സ് എന്ന് പറഞ്ഞ് എഴുതി വെച്ചേക്കണതും ക്വാളിഫിക്കേഷൻസ് നോക്കിയപ്പോഴും നമുക്ക് എത്താൻ പിടിക്കാൻ പറ്റത്തില്ല. സോ a person who is the walking definition of a sagacious leader and a polymath with knowledge spanning over multiple disciplines. ശ്രീ റോജി എം ജോൺ ഒരു വിദ്യാസമ്പന്നനായതും ബഹുഭാഷകൾ വളരെ എളുപ്പമായി കൈകാര്യം ചെയ്യുന്നതും the former president of NSU മാത്രമല്ല a very dear friend of our Indian opposition leader രാഹുൽ ഗാന്ധി, and adding up വളരെ ചെറുപ്പത്തിൽ തന്നെ MLA ആയി സൗന്ദര്യം കൊണ്ടും നല്ല പെരുമാറ്റം കൊണ്ടും ശത്രുക്കളെ പോലും മിത്രങ്ങളാക്കി ജനങ്ങളുടെ പ്രിയപ്പെട്ട MLA ആവാൻ ശ്രീ റോജിക്ക് കഴിഞ്ഞു. അങ്കമാലിയുടെ മാത്രമല്ല കേരളത്തിന്റെ ഇന്ത്യയുടെ തന്നെ നേതാവാൻ കഴിയട്ടെ. അതിനുള്ള ബ്രില്യൻസ്, സെറിബ്രൽ ക്വാളിറ്റി ഒക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. എന്നാലും ഐ എം വിഷിംഗ് യു ദ ബെസ്റ്റ്. നമ്മുടെ പാരിക്കണേ ശ്രീ സിജോയ് വർഗീസ്, a prodigy, a star performer and a very respectful and dignified man. Put your hands up for Sir Sijoy Varghese. ഇദ്ദേഹത്തെ പറ്റിയും നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് ഞാൻ മുതിരുന്നില്ല. യങ്സ്റ്റർ അല്ലയിൽ പോലും ലുക്ക് കൊണ്ടും സ്വഭാവം കൊണ്ടും അഭിനയം കൊണ്ടും യൂത്തിന്റെ പ്രിയപ്പെട്ട നായകനായി മാറിയ മിസ്റ്റർ സിജോയ് കുടുംബജീവിതത്തിന് ഏറ്റവും കൂടുതൽ മൂല്യം നൽകുന്ന ഒരു മഹത് വ്യക്തിയാണ്. In the era of stars not cherishing their families, this rare star right here is a very big example of valuing and teaching the importance of family. ആത്മീയ മൂല്യങ്ങളിൽ അടിയുറച്ച് വിശ്വസിച്ച് മാതൃകയായി നിൽക്കുന്ന ഒരാൾ കൂടിയാണ്. ഇതിലൊക്കെ ഉപരി വളരെ നല്ല പ്രാസംഗികൻ കൂടിയാണ്. ഞാൻ ഇപ്പം സിജോയ് സാറാണ് വരുന്നതെന്ന് അറിഞ്ഞപ്പം ഞാൻ യൂട്യൂബിൽ തെരച്ചിൽ തുടങ്ങി. വീഡിയോസും ഒക്കെ ഞാൻ കണ്ടു തുടങ്ങി. സത്യം പറഞ്ഞ ബാംഗ്ലൂർ ഡേയ്സില് എല്ലാവരും ശ്രദ്ധിക്കപ്പെട്ട ആ കോച്ച് തന്നെയാണോ ഇത് പ്രസംഗിക്കണമെന്ന് ഞാൻ സത്യം പറഞ്ഞ ഞെട്ടിപ്പോയി. കാരണം 2014 ബാംഗ്ലൂർ ഡേയ്സ് റിലീസാവുന്നത്. ഓക്കെ, എത്ര വർഷങ്ങൾ മുമ്പ്? 2014. ഇപ്പൊ പെട്ടെന്ന് കണക്കൂക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വിട്ടുതരുന്നു. 2014 ഇറങ്ങിയ ആ കോച്ച് സിജോയ് സാറിന്റെ മുഖം ഈ സിജോയ് സാറിന്റെ മുഖം ഒന്ന് നോക്കി, എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഒരു വ്യത്യാസവും ഇല്ല. നിങ്ങൾ ഇങ്ങനെ ഇത് ചിരിച്ചിട്ട് മാത്രം കാര്യമില്ല, എന്തെങ്കിലും റെസ്പോൺസെങ്കിലും തായോ. സോ ആത്മീയമായ പ്രസംഗങ്ങൾ പ്രത്യേകിച്ച് അത് ഞാൻ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. യൂത്ത് ഫ്രണ്ട്ലി ആയിട്ടുള്ളത്, നല്ല സന്ദേശങ്ങൾ കൈമാറുന്ന ഒരു വളരെ റെസ്പെക്റ്റബിൾ പേഴ്സണാലിറ്റി. I also have to mention about his sweet, pleasant behavior, putting up anyone at ease. സിജോയ് സാറിന്റെ ഈ മാതൃകയുടെ മുന്നിൽ ഞങ്ങൾ എല്ലാവരും അഭിമാനം കൊള്ളുന്നു, ശിരസ് നമിക്കുന്നു. അടുത്തതായി ഐ വെൽക്കം ആരധ്യങ്കൾ ഫോർ ദ വെൽക്കം സ്പീച്ച്. മിസ്റ്റർ വർഗീസ് പടയാട്ടിൽ എന്നാണ് ആരധ്യങ്കളുടെ പേര്. പക്ഷേ എൻ്റെ അപ്പൻ്റെ ഏറ്റവും വലിയ ഫ്രണ്ട് ആയതുകൊണ്ട് ഞാൻ എൻ്റെ വായിൽ ആരതി എന്ന് വരത്തുള്ളൂ. സോ ഞാൻ അങ്ങോട്ട് വർഗീസ് അങ്കിളിനെ വിളിച്ചില്ലെങ്കിൽ ക്ഷമിക്കണം. പെട്ടെന്ന് തന്നെ വരുമ്പോൾ ആരതി അങ്കിളിനെ വരത്തുള്ളൂ. എനിവേസ്, നല്ല അങ്കിളാട്ടോ, ഉള്ളത് പറയാമല്ലോ. ഐ വെൽക്കം ഹിം ഫോർ ദ വെൽക്കം സ്പീച്ച്. പുണ്യമായ ദാനമാണ് പുഞ്ചിരി. ചെങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. നല്ല സുഹൃത്ത് ബന്ധമുള്ളവർ മനസ്സുകൊണ്ട് സമ്പന്നരാണ്. കാലത്തിൻ്റെ കുത്തൊഴുക്കുകൊണ്ട് സുഹൃത്ത് ബന്ധങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ലക്ഷ്യം മാറി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങളാവാതെ കാലം കാത്തുവച്ചിരിക്കുന്ന വലിയ ചുമതലകൾ നമുക്ക് നിർവഹിക്കാനും സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും നമ്മുടേതായ മുദ്ര പതിപ്പിക്കുവാൻ നമുക്ക് കഴിയണം. നല്ല പ്രസ്ഥാനങ്ങൾ വരും തലമുറയ്ക്ക് ഒരു മുതൽക്കൂട്ടും പ്രചോദനവുമാണ്.
നല്ല മാതൃകാ പ്രസ്ഥാനമായി നമുക്ക് മുന്നോട്ട് പോകണം എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കടമയിലേക്ക് കടക്കുന്നു. ആരാധനായ അങ്കമാലിയുടെ MLA ശ്രീ റോജി എം ജോണിന് സിഗ്നേച്ചർ ക്ലബിൻ്റെ പേരിലും നമ്മുടെ എല്ലാവരുടെയും പേരിൽ വളരെ സ്നേഹത്തോടെ വളരെ ആദരവോടെ അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. വളരെ തിരക്കുകളുണ്ടായിട്ടും ജീവനുമായി മാറിക്കൊണ്ടിരിക്കുന്ന ഭീതിദത്തമായ ഒരു അവസ്ഥാവിശേഷത്തെ അഭിമുഖീകരിക്കുകയാണ് പൊതുസമൂഹം. ആർക്കും ആരെയും വിശ്വാസമില്ലാതെ പാരമ്പര്യങ്ങൾ നഷ്ടപ്പെടുന്ന കാലം. കഴിഞ്ഞ തലമുറയുടെ നാട്ടുനന്മകളും കലർപ്പില്ലാത്ത സൗഹൃദങ്ങളും കൈയൊഴിയുന്ന പുതുതലമുറയെ പ്രചോദിതരും പങ്കാളികളുമാക്കി മാറ്റുന്നതിനുള്ള ആലോചനകൾ ചെന്നെത്തിയത് കൂട്ടായ്മയെക്കുറിച്ചുള്ള ചിന്തയിലാണ്. അങ്കമാലിയിലെ ഒരു പറ്റം സൗഹൃദങ്ങളുടെ കയ്യൊപ്പ് ചാർത്തുന്ന അഭിമാന നിമിഷത്തിന് സാക്ഷികളും പങ്കാളികളുമാകാൻ എത്തിച്ചേർന്നിട്ടുള്ള നിങ്ങളെല്ലാവരെയും ആദരപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നു. വാർഷിക റിപ്പോർട്ടാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. നമ്മുടെ പ്രിയങ്കരനായ പ്രസിഡന്റ് ശ്രീ ജേക്കബ് കോട്ടക്കലിൻ്റെ ചിരകാല സ്വപ്നമാണ് നമ്മുടെ ഈ കൂട്ടായ്മ. അങ്കമാലിയുടെ കലാ സാംസ്കാരിക മേഖലകളിൽ ശക്തമായ സ്വാധീനം ചെലുത്തുക എന്ന ഉദ്ദേശത്തോടുകൂടി ക്ലബിൻ്റെ രൂപീകരണത്തിൻ്റെ ആലോചനാ യോഗം 2023 ഒക്ടോബർ മാസം 2-ാം തീയതി വൈകിട്ട് 7:30 അങ്കമാലി CSA ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുകയുണ്ടായി. പ്രസ്തുത യോഗത്തിൽ കൺവീനറായി ശ്രീ ജേക്കബ് കോട്ടക്കലിനെ തിരഞ്ഞെടുത്തു. 22 അംഗങ്ങൾ പങ്കെടുത്ത യോഗത്തിന് കൺവീനർ ജേക്കബ് കോട്ടക്കൽ അധ്യക്ഷത വഹിച്ചു. സമാന ചിന്താഗതിക്കാരായ ഒരു പറ്റം ആളുകളുടെ കൂട്ടായ്മ നമ്മുടെ ക്ലബ് വളരണമെന്നും ക്ലബിന് കുടുംബാംഗങ്ങളോടുകൂടി പിന്തുണ വേണമെന്നും കൺവീനർ അഭിപ്രായപ്പെട്ടു. ക്ലബ് രൂപീകരണത്തിനും ഭാവി പരിപാടി വിഭാവനം ചെയ്യുന്നതിനും വേണ്ടി അങ്കമാലി മർച്ചൻസ് അസോസിയേഷൻ മുൻ പ്രസിഡന്റും നിലവിലെ സംസ്ഥാന ഭാരവാഹിയുമായ ശ്രീ ഫ്രാൻസിസ് തച്ചിൻ, ആരതി വർഗീസ്, ശ്രീ മോനച്ചൻ പഞ്ഞിക്കാരൻ, ജോസ് മാർട്ടിൻ B. മുണ്ടാടൻ, MB ആൻഡ്രൂസ്, VC കുര്യച്ചൻ, ഡേവിഡ് പുല്ലേലി തുടങ്ങിയവരെ യോഗം അന്ന് ചുമതലപ്പെടുത്തി. എല്ലാ മാസവും ക്ലബിൻ്റെ മീറ്റിംഗ് കൃത്യമായി നടത്തണമെന്ന് പൊതു അഭിപ്രായമുണ്ടായി. നാളിതുവരെ നമ്മൾ മുടക്കം കൂടാതെ ഇത് നടത്തുകയും മാസ റിപ്പോർട്ടും കണക്കും അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രസിഡന്റിൻ്റെയും സെക്രട്ടറിയുടെയും ട്രഷററുടെയും കമ്മിറ്റിക്കാരുടെയും മാത്രം ഉത്തരവാദിത്വമായിട്ട് വിചാരിക്കരുത്. കാരണം ഇവരുടെ പ്രതിസന്ധി കാലഘട്ടങ്ങൾ വരാൻ പോകുന്നതേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഇന്നു മുതൽ ഇനിയുള്ള ദിവസങ്ങൾ ഈ സംഘടന ഏറ്റവും മനോഹരമായിട്ട് എങ്ങനെ പിടിച്ചു നിർത്താൻ പറ്റും, ഇതെങ്ങനെ പ്രവർത്തിക്കാൻ പറ്റും, അതിന് ശരിക്കും നിങ്ങളുടെ എല്ലാവരുടെയും പൂർണ്ണമായ സപ്പോർട്ട് വേണം. എൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യാൻ, ഞങ്ങൾക്കൊരു ചാരിറ്റി ഓർഗനൈസേഷൻസ് ഞങ്ങൾക്കുണ്ട്. അപ്പോൾ എൻ്റെ ഭാഗത്തുനിന്ന് ജേക്കബേട്ടൻ്റെയും ടീമിൻ്റെയും പ്രവർത്തനങ്ങൾക്കുള്ള ആദ്യത്തെ ഒരു ചെറിയ ഒരു സംഭാവനയായിട്ട് ഞാൻ 25,000 രൂപ ജേക്കബേട്ടന് ഞങ്ങളുടെ ചാരിറ്റി അസോസിയേഷനിൽ നിന്ന് നിങ്ങൾക്കും തുടർന്ന് നിങ്ങൾക്കും തിരിച്ചും തരാവുന്നതാണ് ഇതുപോലുള്ള കാര്യങ്ങൾ. അപ്പോൾ ഞങ്ങൾ എല്ലാവിധ ആശംസകളും നിങ്ങൾക്ക് നേരുകയാണ്. നിങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. മോളെ, നിനക്ക് നല്ലൊരു ഭാവിയുണ്ട്. ഇതുപോലുള്ള എനർജി പ്രസംഗങ്ങളിലൂടെ മുന്നോട്ട് പോവുക. തീർച്ചയായും പൊളിറ്റിക്സിലേക്കൊന്നും ഇറങ്ങാനില്ലേ? വേണ്ട. ഇതിൽ ഫിലിമിലേക്കാണ് താല്പര്യം. വെരി ഗുഡ്, വെരി ഗുഡ്. ഞാനായിട്ട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. പ്ലീസ് കം. ഒരുപാട് നല്ല 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 കുടുംബ യോഗങ്ങൾ നിങ്ങൾക്കുണ്ടാവട്ടെ. സ്ത്രീകളും മക്കളും ഒക്കെ ഒരുമിച്ചുണ്ടാവട്ടെ. നമ്മുടെ ദൈവികമായ ഒരു ചിന്ത തന്നെയാണ്. സഹോദരങ്ങൾ ഒരുമിച്ച് വസിക്കുന്നത് തന്നെ ദൈവസന്നിധിയിൽ ഏറെ പ്രിയങ്കരമാണ്. അപ്പോൾ മാക്സിമം കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ പരസ്പരം മാതാപിതാക്കളും സഹോദരങ്ങളും മക്കളും ഒക്കെ തമ്മിലുള്ള ബന്ധങ്ങൾ പരസ്പരം കൂടട്ടെ. ഒരുപാട് നിങ്ങൾ ഈ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഒരുപാട് വിദേശ യാത്രകളൊക്കെ ചെയ്തു അറിഞ്ഞു. അതൊക്കെ സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സ്കൂളിലെ കുട്ടി പ്രിൻസിപ്പളിനോട് ദേഷ്യപ്പെടുന്നതൊക്കെ വീഡിയോ കണ്ടപ്പോൾ ഒരുപാട് വിഷമം തോന്നി. കാരണം നമുക്കൊന്നും നമ്മുടെ ചെറുപ്പത്തിൽ നമ്മുടെ ഒരു അധ്യാപകരോട് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ വളർന്നത്. പക്ഷെ നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾക്ക് എവിടെയോ ഇതിൻ്റെയൊക്കെ ഒരു ചിലപ്പോൾ മാറി വരുന്ന സിനിമകളായിരിക്കാം സ്വാധീനിക്കുന്നത്, സോഷ്യൽ മീഡിയ ആയിരിക്കാം. നിങ്ങൾ ചെയ്യേണ്ടത് കുടുംബ ഭദ്രതയും കുടുംബത്തിലെ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള സ്നേഹമൊക്കെ ഊട്ടിയുറപ്പിക്കുന്ന പ്രവർത്തനങ്ങളും കൂടെ സിഗ്നേച്ചർ ക്ലബിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവണം. നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു വെരി മച്ച്. വീണ്ടും നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും എൻ്റെ ഭാഗത്തുനിന്ന് എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്യാം. താങ്ക് യു വെരി മച്ച്.
welcome and കുഞ്ഞുനാളിൽ മാതാപിതാക്കൾ ഒരു പേനയോ പെൻസിലോ ഒക്കെ വാങ്ങിച്ചു തരുമ്പോൾ ഞാൻ ആദ്യം പേരൊന്ന് എഴുതി നോക്കും. പണ്ട് കാലത്ത് ഈ മഷിപ്പേനയാണ്, മഷിയൊക്കെ ഒഴിച്ച് ഒന്ന് എഴുതി നോക്കും. ആദ്യം പേരെഴുതും, പിന്നീട് ഒരു ഒപ്പിട്ട് നോക്കും. ഒരു ഒപ്പിൽ ഒരാളുടെ എല്ലാം ഉണ്ട്, അയാളുടെ ജീവിതം തന്നെയുണ്ട്. മാതാപിതാക്കൾ, ഒരു പിതാവ് ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ തൻ്റെ സമ്പത്തൊക്കെ മക്കൾക്കായി പകുത്തു നൽകി അതിനകത്തൊരു കയ്യൊപ്പ് ചാർത്തിയാൽ അദ്ദേഹത്തിൻ്റെ ജീവിതം ആ മക്കളുടെ കൈകളിൽ സുരക്ഷിതമാണ് എന്നുള്ളൊരു തോന്നലുണ്ട്. ഇവിടെ 100-ലധികം കുടുംബങ്ങൾ കയ്യൊപ്പ് ചാർത്തി സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായി അങ്കമാലിക്ക് സമർപ്പിക്കുകയാണ്. ഇതൊരു വിശുദ്ധ ബലി കൂടിയാണ്. ബലിവസ്തുക്കളായിട്ടാണ് നമ്മളൊക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇതിന് കാർമ്മികത്വം വഹിക്കാൻ എത്തിച്ചേർന്നിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ഞാൻ ഹൃദയപൂർവ്വം നെഞ്ചോട് ചേർത്ത് വളരെ സ്നേഹത്തോടെ അതിലേറെ ആദരവോടെ ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. ഒരു വയസ്സ് മാത്രമേ പ്രായമായിട്ടുള്ളൂ. 1 വർഷം മാത്രമാണ്. ഇതൊരു നവജാത ശിശുവാണ്. ഈ നവജാത ശിശുവിനെ മുന്നോട്ട് നയിക്കേണ്ട ഉത്തരവാദിത്വവും പ്രാരാബ്ധവും നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ മുമ്പിൽ ഒട്ടേറെ വെല്ലുവിളികളുണ്ട്. സ്വന്തമായി ഒരു കെട്ടിടമില്ല, സ്ഥലം വാങ്ങണം, കെട്ടിട സമുച്ചയങ്ങളും അനുബന്ധ നിർമ്മിതികളെല്ലാം ആവശ്യമുണ്ട്. ഇപ്പോൾ നമ്മൾ പ്രവർത്തിക്കുന്നത് ശ്രീ ജോസ് മൂലൻ്റെ ഔദാര്യത്തിലാണ്. അദ്ദേഹം നൽകിയ എം സി റോഡിന് അഭിമുഖമായി നൽകിയിട്ടുള്ള നയത്തോട് ജംഗ്ഷനിൽ നമുക്ക് നൽകിയിട്ടുള്ള നയത്തോട് കവലയ്ക്ക് നമുക്ക് നൽകിയിട്ടുള്ള ഒരു മുറിയിലാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ സജ്ജീകരിച്ചിരിക്കുന്നത്. നമുക്ക് ഒട്ടേറെ വെല്ലുവിളികൾ നമ്മുടെ മുമ്പിലുണ്ട്. സ്ഥലം വാങ്ങി കെട്ടിടം പണിത് അതിന് അനുബന്ധമായിട്ടുള്ള കേട്ടിട്ടില്ലേ? നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. നമ്മൾ ഒരുമിച്ച് മുന്നോട്ട് നീങ്ങിയാൽ ഇതൊക്കെ നമുക്ക് നിഷ്പ്രയാസം സാധ്യമാണ് എന്നെനിക്ക് 100% ഉറപ്പുണ്ട്. അബ്ദുൽ കലാം സാർ പറഞ്ഞ ഒരു കൊച്ചു കാര്യം എൻ്റെ മനസ്സിലേക്ക് തികട്ടി വരികയാണ്. നമ്മൾ ഉറങ്ങുമ്പോൾ കാണുന്ന സ്വപ്നമല്ല, മറിച്ച് ഉണർന്നിരിക്കുമ്പോൾ നാം കാണുന്ന സ്വപ്നം നമ്മുടെ ഉറക്കത്തെ കെടുത്തുന്നുണ്ടെങ്കിൽ അതാണ് യഥാർത്ഥ സ്വപ്നം. ആ സ്വപ്നത്തിന് വേണ്ടി നമ്മൾ അഹോരാത്രം യത്നിച്ചാൽ ഉറപ്പായിട്ടും നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയും എന്നാണ് അബ്ദുൽ കലാം സാർ പറഞ്ഞിട്ടുള്ളത്. ഇത് നമുക്ക് അന്വർത്ഥമാക്കാനായിട്ട് നമുക്കിവിടെ ശ്രമിക്കാം. നമ്മളൊക്കെ കുട്ടികളെ ടോം ആൻഡ് ജെറി കാണിക്കാറുണ്ട് അല്ലേ? ഒരു കാർട്ടൂണാണ്, സീരിയലാണ്, നിങ്ങളൊക്കെ കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതിനകത്ത് പൂച്ചയും എലിയും തമ്മിലുള്ള കളിയാണ്. ഈ കളിയിൽ എലി മാത്രമാണ് എപ്പോഴും ജയിക്കാറ്. എന്തുകൊണ്ടാണ് എലി മാത്രം എപ്പോഴും ജയിക്കണേ? പൂച്ച എന്തുകൊണ്ടാണ് തോറ്റുപോണേ? എലിക്ക് നഷ്ടപ്പെടാനുള്ളത് അതിൻ്റെ ജീവനാണ്, പൂച്ചയ്ക്കോ ഒരു നേരത്തെ ആഹാരം മാത്രമാണ്. അപ്പോ ഒരെലി അല്ലെങ്കിൽ വേറൊരു എലി, ആ പൂച്ച വേറൊരു എലിയുടെ കൂടെ ഓടും. അതിനെ കിട്ടിയില്ലെങ്കിൽ അതിന് നിരാശയൊന്നുമില്ല, അത് ആത്മഹത്യയും ചെയ്യില്ല, അത് മറ്റൊന്നിൻ്റെ കൂടെ കൂടും. അത്രയേ ഉള്ളൂ. നമുക്ക് ഈ എലിയെ പോലെ സർവശക്തിയും ഉപയോഗിച്ച് മുന്നോട്ട് ഓടേണ്ടിയിരിക്കുന്നു. കാരണം നമ്മുടെ മുന്നിൽ ഒരുപാട് ക്ലബ്ബുകളും പ്രസ്ഥാനങ്ങളും ഒക്കെ ഉണ്ട്. നമ്മുടെ ഒരു കൈച്ചാർത്തായി അങ്കമാലിയുടെ ഐക്യനായി നമ്മൾ മാറണമെന്നുണ്ടെങ്കിൽ നമുക്കിനി ഉറങ്ങി വിശ്രമിക്കാൻ സമയമില്ല. നമ്മൾ നിശ്ചയദാർഢ്യത്തിന് മുമ്പിൽ നമുക്ക് ഉയരങ്ങൾ കീഴടക്കേണ്ടതുണ്ട്. എനിക്ക് തോന്നുന്നു 1980-ലോ 90-ലോ ഒക്കെ ശരീരനായിട്ടുള്ള ശ്രീ എ പി കുര്യൻ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. ഇവിടെ ഇരിക്കുന്ന ശ്രീ ഫ്രാൻസിസ് താച്ചറിന്റെ പിതാവും മാർട്ടിൻ ടി മുണ്ടാടന്റെ പിതാവും ഒക്കെ ആ കൂട്ടായ്മയിൽ അംഗങ്ങളായിരുന്നു. അവരൊരു കൊച്ചു ഷെഡിൽ അവർ തുടങ്ങിയ ഒരു കൂട്ടായ്മയാണ് ഇന്ന് കൾച്ചറൽ സൊസൈറ്റി ഓഫ് അങ്കമാലി എന്ന പേരിൽ അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് ഇങ്ങനെ ശിരസുയർത്തി നിൽക്കുന്നത്. ഇതുപോലെ ഇതുക്കും മേലെ നമ്മൾ ഉയരും, നമുക്ക് ഒത്തൊരുമിച്ച് മുന്നേറാം. എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്.
സന്തോഷമുണ്ട്. ഞാൻ സാധിക്കുന്ന പരിപാടികളൊക്കെ വോയിസ് റെസ്റ്റ് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഒഴിവാക്കിയിരിക്കുകയാണ്. പക്ഷേ ഈ സിഗ്നേച്ചർ ക്ലബിൻ്റെ പരിപാടിയിൽ ദീർഘമായി പ്രസംഗിച്ചില്ലെങ്കിലും ഒന്ന് വന്ന് കണ്ട് 2 വാക്ക് പറഞ്ഞു പോകണം എന്ന അധ്യക്ഷ പ്രസംഗത്തിൽ പ്രസിഡന്റിൻ്റെ വാക്കുകൾ ഞാൻ സസൂക്ഷ്മം ശ്രദ്ധിക്കുകയായിരുന്നു. വളരെ പ്രതീക്ഷയുള്ള, വളരെ ആത്മവിശ്വാസം പകരുന്ന വാക്കുകളാണ് പ്രസിഡന്റ് ജേക്കബ് കോട്ടക്കലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി. അദ്ദേഹം മുന്നോട്ട് വെച്ച ക്ലബിനെ കുറിച്ച് കാണുന്ന സ്വപ്നങ്ങൾ അത് വരും നാളുകളിൽ നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നാൽ യാഥാർത്ഥ്യമാക്കിയെടുക്കാൻ സാധിക്കുക തന്നെ ചെയ്യും. എല്ലാ കൂട്ടായ്മകളും രൂപപ്പെടുന്നത് അത് ചെറിയ തുടക്കങ്ങളിൽ നിന്നാണ്. സിഗ്നേച്ചർ ക്ലബിന് എന്തുകൊണ്ടും അഭിമാനിക്കാം. ഇതൊരു ചെറിയ തുടക്കമല്ല, ഇതൊരു വലിയ തുടക്കം തന്നെയാണ്. അങ്കമാലിയിൽ അറിയപ്പെടുന്ന വിവിധ മേഖലകളിൽ മുഖ്യധാരയിൽ പ്രവർത്തിക്കുന്ന ഒത്തിരിയേറെ ആളുകൾ വേദിയിലും സദസ്സിലുമായിട്ടുണ്ട്. ഈ ഇരിക്കുന്ന ആളുകളെല്ലാം കൂടെ ഒന്ന് ഒത്തുപിടിച്ചാൽ ഇവിടെ ജേക്കബ് ഏട്ടൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കും, ഒരു സംശയമില്ല. അത് നടക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹവും ആശംസയും പ്രാർത്ഥനയും. ഇതുപോലെ കൂട്ടായ്മകൾ നമ്മുടെ നാടിന് ആവശ്യമാണ്. ഇവിടെ തുടക്കത്തിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്, റിപ്പോർട്ടിൽ ബേസിൽ മേച്ചേരി പറഞ്ഞൊരു കാര്യം. നമ്മുടെ സൗഹൃദങ്ങളും നമ്മുടെ കൂട്ടായ്മകളും അയൽവക്കക്കാർ പോലും പരസ്പരം അറിയാത്ത സാഹചര്യങ്ങളുമൊക്കെ വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സൗഹൃദങ്ങളും കൂട്ടായ്മകളും ഇല്ലാതെയാകുന്നു, അയൽവക്കക്കാർ പോലും അപരിചിതരായി മാറുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ, പ്രസ്ഥാനങ്ങൾ വളർന്നു വരുമ്പോഴാണ് പരസ്പരം കാണാനും പരസ്പരം സംസാരിക്കാനും ഇടപെടാനും. ആ കൂട്ടായ്മകൾ അതിൽ നിന്നും പല ആശയങ്ങൾ ഉരുത്തിരിഞ്ഞു വരികയും ആ ആശയങ്ങൾ പല പ്രവർത്തനങ്ങളിലേക്ക് ചുവടുവെക്കുകയും ആ പ്രവർത്തനങ്ങൾ സമൂഹത്തിനും മുതൽക്കൂട്ടായി മാറുകയും ഒക്കെ ചെയ്യുന്നത്. അത്തരത്തിൽ സിഗ്നേച്ചർ ക്ലബ്ബ് ഒരു വലിയ പ്രസ്ഥാനമായി മാറട്ടെ, അതിനുള്ള ഒരു വലിയ തുടക്കമായി തന്നെ ഞാനിതിനെ കാണുകയാണ്. അങ്കമാലിയിൽ നമുക്ക് സംഘടനകൾക്ക് അത്ര കുറവുള്ള സ്ഥലമൊന്നുമല്ല, സംഘടനകൾ ഇഷ്ടം പോലെയുണ്ട്. നമ്മളിപ്പോൾ ഇരിക്കുന്നത് സമാനമായിട്ടുള്ള ഒരു ക്ലബ്ബ്, ഒരു സംഘടനയിലാണ്. ഇതുപോലെ നിരവധി സംഘടനകൾ അങ്കമാലിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്നവരിൽ തന്നെ പലരും അങ്ങനെ പല സംഘടനകളിലും ഭാഗമായിട്ടുള്ളവരുമാണ്. എന്തായാലും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നിങ്ങളെല്ലാവരും കൂടിച്ചേർന്ന് ഇങ്ങനെയൊരു ക്ലബ്ബ് രൂപീകരിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ വലിയ ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങൾ യാഥാർത്ഥ്യമാക്കിയെടുക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയട്ടെ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനായിട്ടുള്ളത്. നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നാൽ, ഒത്തുപിടിച്ചാൽ നടക്കാത്തതായിട്ടൊന്നുമില്ല. അപ്പം അതുകൊണ്ട് ഈ കാണുന്ന, ഈ തുടക്കത്തിൽ കാണുന്ന ഈ കൂട്ടായ്മ, ഈ സൗഹൃദം, ഈ പങ്കാളിത്തം, ഇത് ക്ലബിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളിലും ഉണ്ടാവും. ഒരു പ്രസ്ഥാനം തുടങ്ങാൻ വളരെ എളുപ്പമാണ്. അത് തുടങ്ങിക്കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് കൂടുതൽ ശ്രമകരമായിട്ടുള്ളൊരു ജോലിയാണ്. പലരും വിചാരിക്കും ഇത് പ്രസിഡൻറ്റിനെയും സെക്രട്ടറിനെയും ട്രഷററിനെയും ഭാരവാഹികളെയും ഒക്കെ ഏൽപ്പിച്ചാൽ ഇതിനി അവരുടെ ഉത്തരവാദിത്തമാണ്, അവർ കൊണ്ടു നടക്കട്ടെ. നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് പരിപാടി നടക്കുമ്പോൾ അവിടെ സദസ്സിൽ വന്നിരിക്കുക എന്ന് മാത്രമാണ് എന്ന് കരുതിയാൽ ക്ലബ്ബുകളും സംഘടനകളും ഒന്നും വിജയിക്കില്ല. ഇത് വിജയിക്കണമെങ്കിൽ ഇപ്പോൾ ഈ കാണുന്നത് പോലെ തന്നെ എല്ലാവരുടെയും സജീവമായിട്ടുള്ള പങ്കാളിത്തം എല്ലാ പ്രവർത്തനങ്ങളിലും ഉണ്ടാകുമ്പോഴാണ് ക്ലബ്ബ് വിജയിക്കുക. അപ്പോൾ അതുകൊണ്ട് ഈ ക്ലബിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനം വലിയൊരു കൂട്ടായ്മയുടെ വിജയമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്. ഇപ്പോൾ
കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. ഈ കൊച്ച് സൂപ്പറാണ്. സാധാരണ ചെല്ലുന്ന സ്ഥലത്ത് കാണുന്ന ഒരു തളർന്ന അന്തരീക്ഷത്തിന് ഇവാൻ തെരേസ് അല്ലേ, മിടുക്കി. ഇവാൻ്റെ എനർജിയിൽ നിന്നാണ് എനിക്ക് ക്ലബിനെ കുറിച്ച് എനിക്കൊരു ഫീൽ കിട്ടുന്നത്. അതിനു മുമ്പ് എനിക്ക് അങ്കമാലി എന്ന് പറഞ്ഞാൽ അങ്കമാലിയുടെ ബ്രാൻഡ് അംബാസിഡർ നമ്മുടെ റോജിയാണ്. അപ്പോൾ റോജിയുടെ ക്യാരക്ടർ വെച്ചിട്ടാണ് ഞാൻ അങ്കമാലിക്കാരെ കാണാറ്. അപ്പം എൻ്റെ ക്ലയൻസും ജോസേട്ടനും സാജറിനൊക്കെ മൂലൻസ് ഗ്രൂപ്പ് എൻ്റെ ക്ലയൻ്റാണ്. അപ്പോൾ ഇവരുടെ അടുത്തൊക്കെ സംസാരിക്കുമ്പോൾ എപ്പോഴും ഒരു സൗമ്യത അങ്കമാലിക്കാർക്ക് ഞാൻ കാണാറുണ്ട്. ആ സൗമ്യതയുടെ പുറകിൽ ഒളിച്ചിരിക്കുന്ന ചില ശൗര്യവും ഉണ്ട് എന്ന് ഇന്ന് പ്രസിഡന്റിൻ്റെ പ്രസംഗം കേട്ടപ്പോൾ എനിക്ക് തോന്നി. ഏതെങ്കിലും കാരണവശാൽ റോജി തിരക്കായിട്ട് അങ്കമാലിയിൽ MLA ആയിട്ട് മത്സരിക്കുന്നില്ലെങ്കിൽ പ്രസിഡന്റ് ജേക്കബ് കൊട്ടക്കൽ തന്നെ മത്സരിച്ചിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അത്രയ്ക്ക് ആവേശോജ്വലമായ ഒരു പ്രസംഗമായിരുന്നു. എനിക്കതിൽ ഇഷ്ടപ്പെട്ടത് നമ്മുടെ ഈ ബൈബിളിൻ്റെയൊക്കെ ഉൽപ്പത്തിയൊക്കെ വായിക്കുന്ന സമയത്ത് നമ്മുടെ പൂർവ്വപിതാക്കന്മാരായ അബ്രഹാമും ഇസാക്കും യാക്കോബും ഒക്കെ വരും തലമുറയെക്കുറിച്ച് ബോധേഡായിട്ടുള്ള ആൾക്കാരെ, അവരൊരു കാര്യം ചെയ്യുന്ന സമയത്ത് എത്രത്തോളം ഇനി വരുന്ന തലമുറയ്ക്ക് അത് ഗുണമുണ്ടാവണമെന്ന് ചിന്തിച്ച് ചെയ്യുന്ന ആൾക്കാർ. എനിക്ക് പ്രസിഡന്റ് നിങ്ങളുടെ പ്രസംഗത്തിൽ തോന്നിയത് ഈ ഇപ്പോൾ ചെയ്യുന്ന ഒരു വലിയ കാര്യത്തിന് ഇനി വരാൻ പോകുന്ന തലമുറയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്ന ഒരു വീര്യമാണ് ഞാൻ ആ പ്രസംഗത്തിൽ കണ്ടത്. അത് വളരെ സന്തോഷകരമാണ്. അങ്കമാലിയുടെ ചരിത്രത്തിൽ ഒരു പുതിയ കയ്യൊപ്പ് ചാർത്തുവാൻ സിഗ്നേച്ചർ ക്ലബിന് സാധിക്കട്ടെ. അതിന് ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ കുറച്ച് നാൾ മുമ്പ് നമ്മുടെ വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ്റെ ഒരു ഡോക്യുമെൻ്ററി ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം വായിച്ചപ്പോൾ അദ്ദേഹത്തിനുണ്ടായിരുന്നൊരു വിഷനുണ്ട്. അതായത് നമ്മൾ നാടൻ ഭാഷയിലൊക്കെ പറഞ്ഞാൽ നമ്മളൊക്കെ ഒരു മരം നടുന്ന സമയത്ത് നമ്മളൊക്കെ ചിന്തിക്കുന്നത് ആ മരത്തിൽ നിന്നും കായ്കൾ ഉണ്ടാവണം, ആ മരം ഒരു അസറ്റാണ്. പക്ഷേ ഈ ദീർഘവീക്ഷണമുള്ള വ്യക്തികൾ ഒരു മരം നടുമ്പോൾ അവർ ചിന്തിക്കുന്നതും അവരുടെ ചിന്തയിൽ ഇങ്ങനെയാണ്, ആ മരത്തിൽ നിന്നുളവാകുന്ന അനേകം മരങ്ങളെക്കുറിച്ചാണ്. അത് വലിയൊരു ചിന്തയാണ്. ഒരുപാട് പക്ഷികൾക്കും ചേക്കേറാനാവുന്ന ഒരു നിബിഡ വനമാണ് ഒരു മരം നടുമ്പോൾ തന്നെ ദീർഘദർശികളായിട്ടുള്ള വ്യക്തികൾ ചിന്തിക്കുന്നത്. ഇന്ന് ഈ സിഗ്നേച്ചർ ക്ലബിൻ്റെ പ്രവർത്തനത്തിൽ ഞാൻ നോക്കുമ്പോൾ എല്ലാവർക്കും ഏകദേശം എൻ്റെയൊക്കെ തന്നെ പ്രായമുള്ള ആൾക്കാരാണ്. അപ്പോൾ ജീവിതത്തിലെ വലിയ സക്സസ്ഫുൾ ആയിട്ടുള്ള പല കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ നാടിന് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു മനോഭാവം, ആ മനോഭാവം ആണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇവിടെ ഇരിക്കുന്ന പ്രായമുള്ള ആൾക്കാർ, എൻ്റെയൊക്കെ പ്രായമുള്ള ആൾക്കാർക്ക് അറിയാം, നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ കൂട്ടായ്മ വളരെ ശക്തമായിരുന്നു. ഈ ലോകത്തിൻ്റെ തന്നെ ക്രമം നിലനിർത്തുന്നത് ഇതുപോലുള്ള കൂട്ടായ്മകളാണ്. ഒരു സ്ഥലത്ത് ഒരു കാർന്നൂർ ചെന്ന് താമസിക്കുമ്പോൾ ആ ഏരിയയിൽ കൃഷിയൊക്കെ ചെയ്തും അവിടെ തൻ്റെ സഹോദരങ്ങളെ കൊണ്ടുവന്ന് പാർപ്പിച്ചും അവിടെ ഒരു ജനതയായി മാറുന്ന ഒരു സംസ്കാരമായിരുന്നു നമുക്കുള്ളത്. എപ്പോഴും കൊണ്ടും കൊടുത്തും. ഞാനൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ എടപ്പള്ളിയിലെ വീട്ടിൽ അയൽപക്കത്തെ വീട്ടിൽ നിന്ന് ഇവിടെ ഒരു ഗസ്റ്റ് വരുന്നു, ഇവിടെ കാപ്പിക്ക് പഞ്ചസാര ഇല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ നിന്ന് പഞ്ചസാര വാങ്ങിച്ച് ചായ ഇട്ടിട്ടുണ്ട്. ചെറിയ 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 പച്ചക്കറികൾ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. പിന്നീടുള്ള ജീവിതത്തിൽ നമുക്കിതുപോലുള്ള സഹകരണങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അപ്രത്യക്ഷമാവുക. ഒരു കാര്യം അങ്കമാലിയിലെ സഹോദരിമാർ, എൻ്റെ ചേച്ചിമാരായിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും ആശ്വസിക്കട്ടെ, ഇന്ന് മുതൽ അങ്കമാലിയിലെ സിഗ്നേച്ചർ ക്ലബിലെ ചേട്ടന്മാരുടെ എല്ലാം ബ്ലഡ് പ്രഷർ കുറഞ്ഞിരിക്കും. സന്തോഷമായ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവരുടെ ശത്രുക്കളായിരിക്കും പലതും ഈ ക്ലബിലുള്ളവർ. പലരുടെയും മുഖത്ത് ചിരി വരുന്നുണ്ട്. 100 മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ അതിൽ പരസ്പരം മത്സരിക്കുന്ന ബിസിനസ്സുകാരുണ്ടാവും, പരസ്പരം മത്സരിക്കുന്ന പ്രൊഫഷണൽസ് ഉണ്ടാവും. പക്ഷേ ജേക്കബേട്ടനും കൂട്ടരും ഇന്ന് ഇവിടെ നടത്തിയിരിക്കുന്ന ഈ ഒരു വലിയ യജ്ഞത്തിലൂടെ ശത്രുക്കളെ പോലും മിത്രങ്ങളാക്കുന്ന രീതിയിൽ